CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആദ്യ ഫലസൂചന 8:30 ലഭ്യമാകും. എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ച കമ്മീഷൻ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ പ്രശംസിച്ചു. എക്സിറ്റ് പോളുകളുടെ പ്രവചനം ശുദ്ധ അസംബന്ധമാണെന്ന് ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ. കണ്ടാണശ്ശേരിയിൽ KK കേശവൻ ചരമവാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 മാസത്തെ വേനലവധിക്ക് ശേഷം കുട്ടികൾ വീണ്ടും അക്ഷരമുറ്റത്തേക്കെത്തി. കളിയും ചിരിയും കലപിലകളുമായി വിദ്യാലയമുറ്റത്തെത്തിയ കുരുന്നുകളെ മധുരം നൽകിയും വർണ്ണബലൂണുകളും പൂക്കളും നൽകിയാണ് വരവേറ്റത്. മരത്തംകോട് സ്കൂളിന് മുന്നിൽ KSU പ്രവർത്തകർ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ഥാപിച്ച ബോർഡ് SFI പ്രവർത്തകർ നീക്കം ചെയ്തെന്നാരോപിച്ച് SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കം. ഗുരുവായൂർ പേരകം മേഖലയിൽ ഇടിമിന്നലിൽ 50ഓളം വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് ഇടിമിന്നൽ ഉണ്ടായത്. കനത്ത ഇടിമിന്നലിൽ പോർക്കുളത്ത് വീട് ഭാഗികമായി തകർന്നു. മിന്നലേറ്റ പോത്തുകുട്ടി ചത്തു. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിന് സമീപം 12ാം വാർഡിലെ പുലിക്കോട്ടിൽ വീട്ടിൽ രാധയുടെ വീടാണ് തകർന്നത്. ഭാരതീയതയെപ്പറ്റി പറയുന്നവരെ വേട്ടയാടുന്ന രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ ശാപമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. മാടമ്പ് സ്മൃതിപർവം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. എടക്കര അകലാട് സ്വദേശി അമ്പലയിൽ വീട്ടിൽ 54 വയസ്സുള്ള രാജനാണ് പരിക്കേറ്റത്. സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയുമായി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ സ്കൂളുകളിൽ നിന്നായുള്ള 1000ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണ കിറ്റ് നൽകിയത്. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിലിടിച്ച് പോലീസുകാരന് പരിക്ക്. വടക്കാഞ്ചേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കുന്നംകുളം സ്വദേശി കുന്നത്തുവളപ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള ബ്രോണിഷിനാണ് പരിക്കേറ്റത്. പെരുമ്പടപ്പ് മാറഞ്ചേരി ചേലക്കടവ് പാടത്ത് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ 16 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. മാറഞ്ചേരി താമലശ്ശേരി ഇബ്രാഹിം മകൻ റിസാലാണ് മരിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. കണ്ടാണശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകുമാർ. 2 വർഷമായി അബുദാബിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ. മന്നലാങ്കുന്ന് പുതുവീട്ടിൽ 29 വയസ്സുള്ള ഷാറൂഖ് ഖാനാണ് അറസ്റ്റിലായത്. കാഞ്ഞിരക്കോട് തോട്ടുപാലത്ത് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അനുമതിയില്ലാതെ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഫ്ളാറ്റിന്റെ സംരക്ഷണ ഭിത്തി മഴയിൽ തകർന്നു വീണു. കേന്ദ്ര സർക്കാരിന്റെ നമോ ഡ്രോൺ ഓണർഷിപ്പ് കരസ്ഥമാക്കിയ KV സുജയ്ക്ക് BJP അഗതിയൂർ 9ാം വാർഡ് കമ്മിറ്റിയുടെ സ്നേഹാദരം നൽകി. പോർക്കുളം പഞ്ചായത്തിന് സമീപം മഴയിൽ ഒലിച്ചിറങ്ങിയ മണ്ണ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. മുരുകൻ മേലേരി തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്യുന്ന അക്കുവിന്റെ പടച്ചോൻ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. വിനായകാനന്ദ സിനിമാസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചൈതന്യ ഹെർബൽസും രശ്മി ക്ലബ്ബ് കരിയന്നൂരും സംയുക്തമായി സൗജന്യ ആയുർവേദ വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. DYFI വേലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിരാലൂർ ഗവൺമെന്റ് PMLP സ്കൂൾ ശുചീകരിച്ചു. SSLC +2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. അനുബന്ധ പരിപാടികളും നടന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.